PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. ജില്ലാ ആശുപത്രിയിലെ വയോജനങ്ങൾക്കുള്ള വാർഡിന്റെ നിർമ്മാണ പ്രവൃത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ് നിർവഹിച്ചു. നിങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റാഫ് ഉൾപ്പെടെയുള്ള സംവിധാനമാണ് നഗരസഭ ഒരുക്കുന്നത്. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം നമ്മുടെ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒട്ടനേകം ആശുപത്രികളിലുണ്ട്. ചെറിയ കുട്ടി മുതൽ എത്ര പ്രായമുള്ള ആളുകളാണെങ്കിലും OP ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കേണ്ട സ്ഥിതിയിലേക്കാണ്. അന്ന് ഞങ്ങൾ HMC കൂടിയപ്പോൾ തീരുമാനിച്ചത് നമ്മുടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഓൺലൈനിലേക്ക് നമ്മുടെ ടിക്കറ്റ് ഓൺലൈൻ എടുക്കുന്ന സംവിധാനത്തിലേക്ക് അടുത്ത 1-ാം തീയതി മുതൽ മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ OP ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം നിലമ്പൂരിൽ വരാൻ പോകുകയാണ്. വയോജന സേവന സംരക്ഷണത്തിന് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുത്ത നിലമ്പൂരിൽ ആരോഗ്യമേഖലയിൽ വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിക്ക് തുടക്കമാകുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വയോജനങ്ങളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആരോഗ്യ പരിചരണത്തിനായി കിടത്തി ചികിത്സയുള്ള പ്രത്യേകം 10 കിടക്കകളുള്ള ജെറിയാട്രിക് വാർഡ് ആരംഭിക്കുന്നു. ഇവരുടെ പരിചരണത്തിനായി പ്രത്യേക ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സ്, ഫാർമസിസ്റ്റ് തുടങ്ങി മറ്റ് ജീവനക്കാരും ഉണ്ടാകും. നഗരസഭയിൽ ഇതിനോടകം തന്നെ വയോജന ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. നഗരസഭാ തല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായ സമിതിയും വാർഡ് തല കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു. കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിന് 2 ഹോം കെയർ യൂണിറ്റുകൾ, സ്വാന്തന പരിചരണ പ്രവർത്തനത്തിന് പ്രത്യേക പരിചരണത്തിലൂടെ മരുന്നും ചികിത്സയും സ്വാന്തന പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. കൂടാതെ നഗരസഭയിലെ വയോമിത്രം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വയോജനങ്ങൾക്കും മാസത്തിൽ 2 തവണ വാർഡുകൾ എത്തി ഡോക്ടറുടെ നേതൃത്വത്തിൽ പരിശോധനയും മരുന്ന് വിതരണവും സൗജന്യമായി നൽകുന്നു. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി മയ്യന്താനിയിലും നിലമ്പൂർ ടൗണിലും 2 പകൽ വീടുകളുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിലുമായി ബന്ധപ്പെട്ട് ഉല്ലാസയാത്രകൾ, കലോത്സവങ്ങൾ തുടങ്ങി നിരവധി നൂതന പ്രവർത്തനങ്ങൾക്ക് നഗരസഭ നേതൃത്വം നൽകുന്നു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. എല്ലാ ആളുകളെയും ഒരുമിച്ചിരുത്താനും അവരുടെ വേദനകളും സന്തോഷങ്ങളും കഷ്ടപ്പാടുകളൊക്കെ തന്നെ ഒരു പരിധിവരെ ക്രമീകരിക്കാനും പരിഹരിക്കാനും വേണ്ടി മുനിസിപ്പാലിറ്റി പല പദ്ധതികളും പല പരിപാടികളും സംഘടിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കിപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി 2 പകൽ വീടുകളാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ പകൽ വീട് നമുക്ക് നമ്മുടെ ഭിന്നതിമാൻ്റെ വാർഡിൽ നമുക്ക് ഏതാനും മാസങ്ങൾക്കകം തുടങ്ങാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഇന്ന് NHMന്റെ 1,02,00,000 രൂപ മുടക്കിയിട്ടാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ജില്ലാ ആശുപത്രിയിൽ നമുക്ക് 2 വാർഡുകൾ വിട്ടു നൽകിയിട്ടുണ്ട്. ഈ 2 വാർഡുകളിൽ നമ്മുടെ 60 വയസ്സിന് മുകളിലുള്ള ആളുകളെ പ്രത്യേകിച്ച് ശുശ്രൂഷിക്കാനും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യാനാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തയുടെ മുഖ്യാതിഥിയായി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു കറിയാക്കിനാത്തോപ്പിൽ, ആർദ്രം പദ്ധതി ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ അരുബാൻ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM ബഷീർ, കക്കാടൻ റഹീം, ക്ലീൻ സിറ്റി മാനേജർ KC രാജീവൻ എന്നിവർ സംസാരിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.